പതുക്കെ പതുക്കെ. ആച്ചേ പോയി. അടിപൊളി. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒറ്റപ്പാലം പുഴയിലാണ്. നമ്മൾ പമ്പോസിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ ഒരു പമ്പോസ് കണ്ടോ, ഇതിൻ്റെ അടുത്താണ് നമ്മൾ ഈ കെട്ടിൻ്റെ മേലെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ 2-3 ഫ്രണ്ട്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഒരു നല്ലൊരു രോഹ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ പോവാണ് ഇവിടെ ടോളിന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റേജ് ആക്കിയ. അപ്പോൾ ഇവിടെ ഒരു ചൂണ്ടിൽ വെച്ചിട്ടുണ്ടോ, ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒന്നിതാ അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ 3 ഉണ്ട്. നമ്മൾ ബാബുണ്ട്, സേഫ് ഉണ്ട് കേട്ടോ. സേഫു ഇത് നമ്മളെ റഷീദ് അവിടെ ഉണ്ട്. ഇത് നമ്മളൊരു ഫ്രണ്ടാണ്. ഇപ്പോൾ 2 ആൾക്കാണ് ഇപ്പോൾ ഇത് കിട്ടിയത്. അപ്പോൾ കിട്ടിയ മീനെ അവർക്ക് കിട്ടുകയാണ്, എനിക്ക് കിട്ടുകയല്ല. ഞാൻ കാണിച്ചു തരാം. ഞാനിതിങ്ങനെ വീഡിയോ വ്യക്തമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും വന്ന് ഇങ്ങനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളും വന്ന് പിടിച്ചോളി. ചില ആൾക്കാർ ലൊക്കേഷൻ ഒന്നും ശരിക്കും പറഞ്ഞു തരില്ല, ഇന്നോട് തടിക്കുന്നുണ്ട് അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതപ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയാം കറക്റ്റായിട്ട് ഇവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ അവർക്ക് കിട്ടിയതാണ്. അത് കണ്ടപ്പോഴാണ് ഞങ്ങളോട് ഇവിടെ നിന്നോളം പറഞ്ഞ്, അത് കാരണമാണ് ഇവിടെ നിന്നത്. അവർക്ക് കിട്ടിയത് ആണ്ടാ, നല്ല അടിപൊളി ഒരു രോഹിനെ കിട്ടിയിട്ടുണ്ടാ. കാണിച്ചു തരാം. വേണ്ടാ, ഇതാണ് അടിപൊളി രൂഹ കേട്ടോ. അപ്പം കിട്ടിയിട്ട് അത് കിട്ടിയത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പോവാണ്, നിങ്ങളിവിടെ ഇട്ടോളിന്ന് പറഞ്ഞു. അത് കാരണം നമ്മളിവിടെ നിന്ന് നോക്കുകയാണ്. കിട്ടിയത് നമ്മൾ വീഡിയോ ഇടും, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളെ വിനീത് കേട്ടോ. വിനീത് ഇവന് പിന്നെ സംസാരിക്കാൻ കഴിയില്ല, എന്നാലും അവൻ ചൂണ്ടൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അവന് വന്ന് പുഴയിൽ വന്നാൽ മീനായിട്ട് അവൻ പോവുള്ളൂ. ഇപ്പോൾ മീൻ കിട്ടിക്കണേണ്ട ഇതാണ്ട അടിപൊളി രൂഹാണ് കിട്ടിക്കണേ, അടിപൊളി, മാഷാ അല്ലാ. അപ്പോൾ ഇതാണ് ഇപ്പോൾ കിട്ടിയത് അവന്. നീ 2 വാക്ക് പറ, നിന്റെ ആംഗ്യ ഭാഷയിൽ പറ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അവന് സംസാരിക്കാറില്ല, എന്നാലും അവൻ്റെ ഭാഷയിൽ അവന് പറഞ്ഞ് ചില ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും അവൻ്റെ വീഡിയോ വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഗൈസ്. അപ്പോൾ നമ്മൾ തീറ്റ ഉണ്ടാക്കുകയാണ്. ഇതിനെല്ലാം ഇൻക്ലൂഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇത് ചെറുപയറിൻ്റെ പൊടിയാണ്, ചെറുപയർ പൊടി. പിന്നെ ഇത് ബൂസ്റ്റ്, ഇത് പൈനാപ്പിൾ എസൻസ്, ഇത് ബല്ലറ്റ് കുതിർത്തിക്കണ്, ഇത് ചോളത്തോട് കേട്ടോ, ചോളത്തോട്. ഓക്കെ, പിന്നെ മൈദ, പിന്നെ ഒരു സ്പെഷ്യൽ സാധനം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിൻ്റെ പേരറിയില്ല. ആ സാധനം ഇതാ അവിടെ ഉണ്ട് പാക്കറ്റിൽ, ഞാൻ എടുത്ത് കാണിച്ചു തരാം. അപ്പം നമ്മളെല്ലാം മിക്സ് ആക്കി കേട്ടോ. ഇനി കുറച്ച് മൈദ കണ്ടോ, മൈദ ഉണ്ടോ, ഇത് മതി. കുഴച്ച് റെഡിയാക്കിയിട്ട് ഉണ്ടാക്കി. അപ്പോൾ ഈ സ്പൈഡറൊക്കെ ഉണ്ടോ, ഇത് 2 സൈഡും ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഉണ്ടത് ഈ കുളത്തില്ലേ, ഈ കുളത്ത് ഇതങ്ങനെ ഇങ്ങനെ അമർത്തി വെക്കുക, ഫ്രണ്ടേജ് ഇങ്ങോട്ടാക്കുക, ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ ഉണ്ട്, എന്നാലും അറിയാത്തവർക്ക് കേട്ടോ. ഇതിലിപ്പോൾ അടിക്കും മീൻ കാണിച്ചു തരാം. ഓക്കെ, എറിഞ്ഞോ, നല്ല ദൂരം പോയിക്കോട്ടെ. അയ്യോ, ആ പോണു, ആ താന്ന് പോയിക്കോട്ടെ കേട്ടോ. കുറേ നേരം ഇതാ മീൻ അടിക്കണുണ്ട് കേട്ടോ. കിളിങ്ങണ്ട, നമ്മൾ കിളിക്കൊന്നല്ല കേട്ടോ. നോക്കിക്കോ, ഇതാ എന്നിട്ട് വലിക്കട്ടെ അല്ലേ. അതായത് കണ്ടു വരുന്ന അടിക്കണേനെ അറിഞ്ഞില്ലല്ലോ. അത് നല്ല വലിപ്പമുള്ള എടാ, അങ്ങോട്ട് താഴത്തേക്ക് വെച്ച പിന്നെ ഇറങ്ങി ആ സൈഡിലേക്ക് ഇറങ്ങി. നല്ല വലിപ്പമുണ്ട്, മാഷാ അല്ലാ. ബുക്ക് ചെറുതായിട്ടുള്ളൂ, വലിച്ചിടെടുത്തിട്ടോ നോക്കണേ. ഇങ്ങടെ അടിക്കൊണ്ട് പതുക്കെ പതുക്കെ. ആച്ചേ പോയി. ഒരെണ്ണം അടിച്ചിട്ടുണ്ട് നമുക്ക്.
ഇവിടെ തന്നെ അടിച്ചു കേട്ടോ. ആ അടിച്ചിട്ട് വയറിനാട്ട് അടിച്ചിങ്ങനെ. അപ്പോ എന്തൊക്കെ സേഫ് ഇറങ്ങടാ. ഒരു മിനിറ്റ് നിക്കട്ടോ. നിക്ക് നിക്കട്ടാ. അതാ ചെറുതൊന്നും അടിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ബോഡിയാണ്. മാഷാ അല്ലാഹ്. അടിപൊളി. അപ്പൊ അടിക്കൂട്ടോ. ഇതെന്താ സാധനം? റൂഹനല്ലേ? ചെറുതാണ്. മാഷാ അല്ലാഹ്. ഫസ്റ്റ് അല്ലേ? അല്ല ആഞ്ഞു പോഷല്ലേ. എടുത്ത് വിടുക. അങ്ങനെ വിട്. കുറച്ച് പോട്ടെ. താന്നോട്ടെ. താവുണ്ട്. കൈയെടുക്ക്. താവണില്ല. താവുണ്ട്. ഉണ്ടോ? താനുണ്ടോ? ഒരു ഇതുണ്ടോ? 2-3 പേര് വലിച്ചല്ലോ. ആ ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. അതാണ് ആ കിലികിലിങ്. ശരി. അപ്പോൾ ബാബു പറഞ്ഞ പിടിച്ചൊരു കുരാൻ ഒന്ന് കാണിച്ചാട്ടിക്ക്. ഇതാ. ആ അടിപൊളി ഒരു കൂരാനെ കിട്ടിയിട്ടുണ്ട് അല്ലേ? പാവണ്ടോ. എന്താ ചോറ് നോക്കി. അടിപൊളി സാമ്പാർ, ചോറ്, തൈര്, ആംപ്ലേറ്റ്. ഞാൻ എന്താ വേണ്ടത്? അല്ല റഷീദ് ഭായി, അടിപൊളിയല്ലേ? ഇവ ക്യാമറ എനിക്ക് നോക്കൂല. ജായിലെങ്ങട് നോക്കും. പിടിച്ചിട്ട് പോലെ പോകുന്നത് എടുത്തായിരിക്കാം. ഉറപ്പാ? വലിക്കട്ടോ. ഒന്നാണ്ട് കുലുങ്ങിക്കോട്ടെ. ആ സ്റ്റിക്കള ഉണ്ടെന്ന് പറയണേ. ചോറ് കഴിച്ചാ കൊടുവാ. ചെറുതൊന്നും അടിച്ചിക്കണ്. നമ്മൾ ചോറ് കഴിക്കണതിൻ്റെ ഇടയിൽ ഇത് കൂരാനാണേ. ആ ഇത് കൂരാൻ. നിങ്ങൾ കൊണ്ടുവരെ, അടുത്ത് കൊണ്ടുവരെ. ആ ഇത് കൂരാനാണ്. ഇത് റോഹിന്റെ കുട്ടിയല്ല, ഇത് കൂരാൻ. ചെറുതൊന്നും അടിച്ചിട്ടുണ്ട്. ചെറുതാണ്. പിടിക്കല്ലോ. ഞാൻ കണ്ടു വയറുമ്പോ അങ്ങനെ ശരിയാവില്ല. ഞാൻ വയറുമ്പോ പിടിക്കാൻ പറ്റില്ല. മാണിക്കല്ല് അങ്ങനെ വേണം പിടിക്കാൻ. മൂപ്പർ ഉണ്ടാവേണ്ടി കിട്ടി. എന്തേലും നമുക്ക് മിസ്സായി. രണ്ടാമത്തെ നമ്മുടെ കാക്ക വന്നിട്ട് ഇതാണ് നമ്മളെ ഈ പുഴയിൽ, അതായത് ഭാരതപ്പുഴയുടെ രാജാവ് മാവണ്ട്. എന്ത് ഇവിടുത്തെ സ്ഥലത്തിന് വരുന്ന മായന്നൂർ 19 രാജയാണിത്. ഇങ്ങനെ എടുക്കുക. ഇതൊക്കെ ചെറുതില്ലേ? ഇതൊക്കെ ചെറുത്. ഇതെല്ലാം പിടുത്തം. 2 ചെണ്ണയിലേക്കാണ് കൈയിടുക. എന്നിട്ട് ഭയങ്കരമായിട്ട് ഇറങ്ങി പിടിച്ചു. അടിപൊളി. ഇത് കണ്ടോട്ടെ. ഒരു നിമിഷം കൊണ്ട് കയ്യേറ്റ് കിട്ടൂല. ആ ഒരു പിടുത്തത്തിൽ കിട്ടിയതാട്ടാ. അല്ലെങ്കിൽ നമുക്കിത് കിട്ടൂല. അടിപൊളി രൂഹാണ്. കണ്ടാ? സൂപ്പർ സാധനം അടിച്ചിരിക്കണം. സൂപ്പർ സാധനം. ഇത് മൂപ്പർ ഉണ്ടാവേണ്ടി കിട്ടിയതാണ്. ഇല്ലെങ്കിൽ കിട്ടില്ലെന്ന് സാധനം. ഇതിന്റെ മുന്നേ ഇതേമാതിരി ഒരെണ്ണം പോയത്. അടിപൊളി. ബാബുടെ ക്യാമറമാൻ. മാഷാ അല്ലാഹ്. രാവിലെ ഒന്ന് പോയപ്പോ സങ്കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാഹ് അല്ലാഹ് തന്നു. ഒക്കെ സെറ്റായിട്ട്. ഹലോ അസ്സലാമു അലൈക്കും. അപ്പോളേ നമ്മൾ രാവിലെ വന്ന് ഇവിടെ ഒരു പാർട്ടി ഇവിടെ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു മീൻ കിട്ടി കണ്ട. അപ്പോൾ അവർ പോവാണ്. അവർ പറഞ്ഞു ഇവിടെ മീൻ അടിക്കേണ്ടതായിരുന്നു. അവർക്ക് വലിയൊരു രോഹനെ കിട്ടി. അപ്പോൾ നമ്മളിവിടെ സ്റ്റേ ആയി. നമുക്ക് വലുതൊരെണ്ണം അടിച്ച്, പക്ഷേ ഒരു 4 കിലോനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഈ വല ഉണ്ടായിരുന്നില്ല. ഈ വല ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ രണ്ടാമത് പോയിട്ട് വല മേടിച്ചു കൊടുന്നിട്ട് ഇത് വരെ അടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 6 മണിയായി.
ഒരു 8 മണി വരെ നൈറ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇരുട്ടാവാറായി. അപ്പം നമ്മൾ പിന്നെ വൈൻഡപ്പ് ചെയ്യാണ്. നൈറ്റ് മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ കിട്ടിയ മീനെ കാണിച്ചു തരാം. വേണ്ട ദാദാ പിടിച്ചോ ബാബുവേ. കുറച്ച് ലെവലായിട്ട് അടുത്ത് പിടിച്ചേ. നമുക്ക് സ്ക്രീനുമത്തോട് ഞാൻ അടുത്തേക്ക് പോവാ. ഇതാണ് രൂഹ് കേട്ടോ. ഇതാണ് പുഴയിലെ രാജാവാണ് ഇയാൾ. അടിപൊളി സാധനമാണ്. ഒരു 4-5 കിലോ ഉണ്ടാവും. ഓക്കെ, അടിപൊളി ഒരു കണ്ണൻ കിട്ടി. കണ്ണൻ ഇതൊക്കെ ഇത് പഠിച്ചാണ്. അടിപൊളി മാഷാ അല്ലാഹ്. ഇതാ പോണു അതിൻ്റെ ഉള്ളിലേക്ക്. ഇല്ല സൂപ്പർ കണ്ണൻ. ഇന്നലെ നമുക്ക് രാത്രി കിട്ടിയ കണ്ണൻ കണ്ടോ? ആ കണ്ണൻ മീന് ഇതാ ബക്കറ്റിൻ്റെ ഉള്ളിലാണ്. ഇപ്പം തല പൊന്തിക്കൂട്ടാ. ഭയങ്കര വലിപ്പമുണ്ട് കാണിച്ചു തരാം. അടാ ചാടുവാണ്. ചാടി അപ്പോഴേ നമ്മളെ രൂഹിനെ നോക്കിയാൽ നമ്മളെ വല്ലപ്പുഴയിലേക്ക് എത്തിയിട്ടാ. രാവിലെ നമ്മൾ ഇന്നലെ രാത്രി കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിലാണ് വെച്ചു. ഇന്നലെ രാവിലെ വല്ലപ്പുഴ കൊടുത്തിട്ടേ നമ്മളെ സുഹൃത്തുക്കളെ കട്ട് ചെയ്യണേ. അപ്പൊ കണ്ണൻ എന്ത് ചെയ്യാ? കണ്ണൻ എവിടെ പോയി? ആ മൂപ്പര് ജീവൻ പോകാൻ വേണ്ടി നമ്മളെ വല്ലപ്പുഴ ഗേറ്റിന്റെ അപ്പുറത്താണ് റെയിലിന്റെ ഈ സൈഡ്. ഓക്കെ, അപ്പൊ ഇനി ആരെങ്കിലും മീൻ മേടിക്കാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. നൗഫലിന്റെ അടുത്തേക്ക് അടിപൊളി മീനുണ്ട്. കടൽ മീനാണ് കേട്ടോ. സ്രാവ് അടക്കം അവിടെ ഉണ്ട്. നമ്മളെ സ്രാവുണ്ട്, വലിയ സ്രാവ്. ഇൻഷാ അല്ലാഹ് എന്താ സൈസ് പീസ് നോക്കിയാൽ നല്ല കന്നം കുറച്ചിങ്ങനെ അടിപൊളി സീസ്. നല്ല ടേസ്റ്റ് ആയി കറ. അതെ, ഇതാണ് പിന്നെ നൗഫല്. അപ്പൊ നൗഫലിന് ഈ കടയിലേക്ക് മീൻ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളെ വേണം കേട്ടോ. നൗഫല് അനക്ക് ആളെ വേണല്ലേ? നമ്പർ 8943761239 ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. ഒന്നുകൂടി പറ. 8943761239. ഓക്കെ, അപ്പൊ നൗഫലിന് മീൻ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളെ ആവശ്യമുണ്ട്. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ എനിക്ക് ഇവിടെ ആളെ ആവശ്യമുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ്.